Hi friends, welcome back to Simple Tips Malayalam. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പേര് സരിത. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് കുറച്ച് ബ്യൂട്ടി ടിപ്സ്, അതുപോലെ തന്നെ DIYs വ്ലോഗ് അങ്ങനെയുള്ള കുറച്ച് വീഡിയോസാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലും അതുപോലെയുള്ളൊരു ബ്യൂട്ടി റെമഡിയാണ്. അതും നിങ്ങൾ അധികം കേൾക്കാനായിട്ട് ചാൻസ് ഇല്ല. നമ്മളുടെ മുട്ട തോട് വെച്ചിട്ടുള്ള ഒരു 5 അമേസിംഗ് ആയിട്ടുള്ള ബ്യൂട്ടി റെമഡീസാണ്. മീൻസ് ഓൾ ഇൻ വൺ ആണ്. ഓൾമോസ്റ്റ് നമുക്കുള്ള ഉണ്ടാവുന്ന എല്ലാ പ്രോബ്ലംസിനും വേണ്ടിയിട്ടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇഫക്റ്റീവായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ മുട്ടത്തോട്. എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് അധികം അറിയില്ല. സോ അപ്പം ഇതിന് നമുക്ക് വേണ്ടിയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുട്ടയുടെ തോട് ഫൈൻ പൗഡർ ആക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഒട്ടും തരിയില്ലാണ്ട് നമ്മൾ പൊടിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ മുട്ട ഇങ്ങനെ ഓംലെറ്റിനോ അല്ലെങ്കിൽ ബുൾസേക്കൊക്കെ വേണ്ടി എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇത് എടുത്ത് ഒന്ന് കഴുകണം. ജസ്റ്റ് ഒന്ന് റണ്ണിങ് വാട്ടറിൽ കഴുകിയതിന് ശേഷം നമ്മൾ വെള്ളം തിളപ്പിക്കുക. അതിലേക്ക് ഈ മുട്ടത്തോട് ഇട്ടിട്ട് നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോൾ ആ വെള്ളം നമ്മൾ മീൻസ് അരിച്ചു മാറ്റണം. അരിച്ചു മാറ്റി നമ്മൾ ഒന്ന് ജസ്റ്റ് ഡ്രൈ ആകുമ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിക്കുക. സോ ആ സമയത്ത് അത് നല്ല ഫൈനായിട്ട് വരും. അപ്പോൾ നമുക്ക് മുഖത്തിടുമ്പോൾ ആ തരിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. സോ അപ്പോൾ അത്ര നല്ല പൗഡർ ആക്കി എടുക്കുക. നിങ്ങൾക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് എപ്പം യൂസ് ചെയ്യണമെന്ന് തോന്നുന്നു ആ സമയത്ത് നിങ്ങൾക്ക് ഈ പൗഡർ എടുത്ത് യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ആക്ച്വലി പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ സമയത്തും ഈ മുട്ടയുടെ തോടെടുത്തിട്ട് മിക്സിയിൽ പൊടിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഒരു മുട്ടയുടെയൊക്കെ ഇതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തോടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊടിഞ്ഞ് വരാൻ പ്രയാസമാണ്. സോ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇത് പുറത്ത് തന്നെ സൂക്ഷിക്കാം. പക്ഷേ നന്നായിട്ട് ഡ്രൈ ഒക്കെ ആക്കിയിട്ട് വേണം പൊടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൗഡർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് സ്കിൻ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻസ് ആണ് കേട്ടോ ഈ ഒരു പൗഡർ. പക്ഷേ ഓരോന്നിനും നിങ്ങൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻസ് വ്യത്യാസമാണ്. സോ അപ്പം മെയിനായിട്ടുള്ളത് നിങ്ങൾക്ക് എത്ര ഒരുപാട് നമ്മൾക്ക് പഴകിയ പാടുകൾ ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് വളരെ ഇഫക്റ്റീവാണ്. പിന്നെ ചില ആൾക്കാരുടെ മുഖത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വലിയ വലിയ കുഴികളായിരിക്കും ഉണ്ടാവുക. സോ അത് നമുക്ക് കംപ്ലീറ്റ്ലി ഈവൻ മീൻസ് എത്ര വലിയ കുഴികളാണെങ്കിൽ കൂടി അത് നന്നായിട്ട് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് പിമ്പിൾസ് ഉള്ളവർക്ക് നന്നായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാവാറുണ്ട് മുഖത്ത്. സോ ഈ സൈഡിലൊക്കെ ആയിട്ട് ചില ആൾക്കാർക്ക് കാണാൻ ഭയങ്കരമായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് പാടുകളും ഒക്കെ ഉണ്ടാവാറുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നല്ലതാണ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആൻറ്റി ഏജിങ് ആണിത്. ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് എന്താ പറയുക, നമ്മളൊരു മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ ഒരു 2000 റുപ്പീസൊക്കെ കൊടുത്ത് മേടിക്കുന്ന ആൻറ്റി ഏജിങ് ക്രീമിനേക്കാട്ട് ഇഫക്റ്റീവായിട്ടുള്ള ഒരു റെമഡിയാണ്. അപ്പോൾ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സ്ക്രബ് ചെയ്യാനായിട്ട്. സോ അത് നോർമൽ നമ്മൾ തരി അതിൻ്റെ ഉപയോഗിച്ചിട്ട് സ്ക്രബ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനെല്ലാം നിങ്ങൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻസ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ചെയ്തിട്ട് വേണം ഓരോ ഇത് ചെയ്യാനായിട്ടുള്ളതെന്ന് ഞാൻ ഓരോ ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞു തരാം. ദ മെയിൻ ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മളുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞു. നമ്മൾ ഏജ് ആവും തോറും നമ്മളുടെ സ്കിൻ ലൂസാവും. സോ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ക്രീമുകളൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, വളരെ കോസ്റ്റ്ലിയാണ്. പക്ഷേ നിങ്ങൾ കുറച്ച് ശർക്കര എടുത്തിട്ട് നമ്മൾ ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന ഒരു 1/2 ടേബിൾ സ്പൂൺ ഓഫ് ഇതെടുക്കുക, മുട്ടയുടെ തോടിൻ്റെ പൗഡർ എടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് ശർക്കര മിക്സ് ചെയ്യുക. ഒരു പാക്ക് പോലെ ആക്കിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞ് കഴുകിക്കളയുക. ഇത് ആഴ്ചയിൽ 2 ടൈംസ് നിങ്ങൾക്ക് ചെയ്യാം. ഏറ്റവും നല്ല ഒരു ആൻറ്റി ഏജിങ് ഫേസ് പാക്കാണ്. സോ ഇതാണ് നമ്മളുടെ ഒന്നാമത്തെ ബെനഫിറ്റ്. നമ്മൾ എഗ് ഷെൽ പൗഡർ എടുത്തിട്ട് നമ്മുടെ മുട്ടയുടെ തോടിൻ്റെ പൗഡർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് എഗ് വൈറ്റ് ആഡ് ചെയ്യുക. അത് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ഫേസ് പാക്കായിട്ട് അപ്ലൈ ചെയ്യാം. ഇത് നമ്മളുടെ ഫേസ് ഗ്ലോ ചെയ്യുന്നതിനും അതുപോലെ തന്നെ വൈറ്റൻ ചെയ്യുന്നതിനും പിന്നെ നമ്മളുടെ വലിയ വലിയ പോർസ് കുഴികൾ മുഖത്തുള്ളത് നന്നായിട്ട് ക്ലോസ് ചെയ്യാനുള്ള ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള ഒരു റെമഡിയാണ്. മീൻസ് എനിക്ക് തോന്നുന്ന ഒരുപാട് ഈ കുഴികൾ ഇങ്ങനെ പോർസ് അടയാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് റെമഡികളുണ്ട്. ബട്ട് ദിസ് വൺ ഈസ് ദ ബെസ്റ്റ് ആൻഡ് ഇഫക്റ്റീവ് വൺ. സോ നിങ്ങളിത് ട്രൈ ചെയ്യാൻ മസ്റ്റായിട്ട്. ആൻഡ് ഇത് ഭയങ്കരമായിട്ട് നമ്മളുടെ ആ ഒരു ചീക്സൊക്കെ ഭയങ്കരമായിട്ട് ഗ്ലോ ചെയ്യാനായിട്ട് നല്ലൊരു ഇഫക്റ്റീവായിട്ടുള്ള ഒരു പാക്കാണ്. സോ ഇത് 20 മിനിറ്റ്സ് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ കഴുകിക്കളയുക. ഇതും നിങ്ങൾക്ക് വീക്ക്ലി 2 ടൈംസ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരുപാട് ആക്നെ പിമ്പിൾസ് ഉണ്ടായിട്ട് ഇൻഫെക്ഷൻ ആയിട്ട് ഉള്ള ആൾക്കാർക്ക് ഇത് കുറച്ച് പൗഡർ എടുത്തിട്ട് ആപ്പിൾ സിഡർ വിനെഗറിൻ്റെ കൂടെ മിക്സ് ചെയ്യുക. കുറച്ച് ആപ്പിൾ സിഡർ വിനെഗർ മിക്സ് ചെയ്യുക. എന്നിട്ട് അതൊരു ജസ്റ്റ് പേസ്റ്റ് പോലെ ആക്കിയിട്ട് ആ ഒരു ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്യുക. ഒരു 1 ഡേ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത്രയും നല്ല ഒരു റിസൾട്ട് കിട്ടും. അത് അത്രയ്ക്ക് ഇഫക്റ്റീവാണ്. ഒരു ഇൻഫെക്ഷനും ആ ഒരു ഇൻഫ്ലമേഷനും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് വളരെ ഇഫക്റ്റീവാണ്. സോ ഇതാണ് നമ്മളുടെ മൂന്നാമത്തെ റെമഡി.
രണ്ടാമത്തത് നമ്മളുടെ എത്ര പഴകിയ പാടുകൾ ഉണ്ടെങ്കിലും അത് മുഖത്ത് മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ എവിടെ ആയാലും എത്ര പഴകിയ പാടുകൾ മാറാൻ വേണ്ടിയിട്ടുള്ള റെമഡിയാണ് നമ്മുടെ നാലാമത്തെ റെമഡി. അപ്പോൾ ഈ ഒരു പൗഡർ നിങ്ങൾ എടുത്തിട്ട് ഒരു ജസ്റ്റ് പേസ്റ്റ് പോലെ ആക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് തേൻ ആഡ് ചെയ്തിട്ട് പാടുകളുള്ള ഭാഗത്ത് മാത്രം അത് അപ്ലൈ ചെയ്യുക. ഓവർനൈറ്റ് കീപ്പ് ചെയ്യുക. സോ ഓവർനൈറ്റ് രാത്രി മുഴുവൻ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ഫാസ്റ്റായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുള്ളൂ. സോ അപ്പോൾ നമ്മുടെ നാലാമത്തെ റെമഡി പാടുകൾ മാറാനായിട്ടുള്ളത്. മുട്ടയുടെ തോടിൻ്റെ പൗഡർ എടുക്കുക, അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഒരു എക്സ്ഫോളിയേറ്ററായിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു എക്സ്ഫോളിയേറ്ററാണ് ഈ ഒരു മിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. സോ അത് വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഫാസ്റ്റായിട്ട്, അതുപോലെ ഡെഡ് സെൽസ് ഒക്കെ ഫാസ്റ്റായിട്ട് മാറും. നല്ലതുപോലെ സ്കിന്ന് ഫൈൻ ആൻഡ് സ്മൂത്ത് ആവാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു റെമഡിയാണ് ഇത്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് 5 റെമഡീസാണ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. വളരെ ഇഫക്റ്റീവാണ്. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. പിന്നെ ഫേസ് പാക്കൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ആഴ്ചയിൽ അത്രമാത്രം പ്രാവശ്യമേ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ചില ഫേസ് പാക്കുകൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നത് നല്ലതല്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സോ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അപ്പം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. പിന്നെ യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.